റവന്യൂ ഒക്കെ കിട്ടാൻ തുടങ്ങി? ഇതാണ് ക്വസ്റ്റ്യൻ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നൊരു Q&A ആയാലോ. ഇതാണ് അമ്മു. അപ്പൊ ഇവള് നമ്മളോട് കുറച്ച് നമ്മളോടല്ല, എന്നോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ ഞാൻ അതിനുള്ള ആൻസർ പറയും. അപ്പോൾ എന്ത് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എന്താണ് ഒരു റീസൺ? എന്താണ് തുടങ്ങാനുള്ള റീസൺ എന്താന്ന് വെച്ചാല് 2019 ആ സമയത്ത് കൊറോണ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ കൊറോണയുടെ സമയത്ത് തന്നെ ഞാനും പിന്നെ എൻ്റെ ഒരു കസിനും അല്ല ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ അപ്പോഴേ ഒരു യൂട്യൂബ് തുടങ്ങണം എന്നുള്ള ആ ഒരു ഇതുണ്ടായി. പിന്നെ എന്താ, ഞാൻ ഇപ്പൊ ഇവളെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഇവളുടെ കുറച്ച് വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ ഇടാന്ന് വിചാരിച്ചു. അപ്പൊ അതുകൊണ്ട് തുടങ്ങി. അപ്പൊ നിങ്ങൾക്ക് യൂട്യൂബ് തുടങ്ങുമ്പോൾ ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു? ഫാമിലി നല്ല സപ്പോർട്ടായിരുന്നു. ഇപ്പോഴും നല്ല സപ്പോർട്ട് ഉണ്ട്. വീഡിയോസ് ഒക്കെ കാണാറുണ്ടെന്ന് പറയാറുണ്ട്. ഹസ്ബൻഡിനോട് ഈ കാര്യം പറയുമ്പോൾ എന്തായിരുന്നു അവരും ഓക്കെ പറഞ്ഞു. അമ്മ എല്ലാവരും ഓക്കെ. അപ്പൊ അത് കുഴപ്പമില്ല. അപ്പൊ വീഡിയോ സ്റ്റാർട്ട് ചെയ്തു. എപ്പോഴാണ് യൂട്യൂബ് തുടങ്ങിയത്? ഞാൻ ഈ November 13th ഫസ്റ്റ് ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഷോർട്സ് ആണ് ഫസ്റ്റ്. വീഡിയോസ് തുടങ്ങാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നോ? വീഡിയോസ് ഒരു ഇതിൽ തുടങ്ങിയതായിരുന്നു. ഷോർട്സ് എത്ര ഇതായിട്ട് വീഡിയോ? ഞാനൊരു 7 ഷോർട്സ് ഒരു 1 week ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു വീഡിയോ അപ്ലോഡ്. വീഡിയോസ് എടുത്തതിന്റെ പിന്നെ വീഡിയോസ്. കിയാര എന്ന പേര് എവിടെ നിന്നാണ് കിട്ടിയത്? കിയാര എന്ന പേര് നമ്മിങ്ങനെ പ്രഗ്നന്റ് ആയതിനു ശേഷം എന്താ പേര്, ഇപ്പൊ കുഞ്ഞ് ഗേൾ ആണെങ്കിൽ ഈ ഒരു പേര്, ബോയ് ആണെങ്കിൽ ഇങ്ങനെ ഒരു പേര്, അങ്ങനെല്ലാം പറയുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ഞാൻ എവിടെയോ വായിച്ചപ്പാട് കിയാര എന്ന പേര് എനിക്ക് കിട്ടി. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നല്ല പേര്, ഗേൾ ബേബി ആണെങ്കിൽ കിയാര എന്നിടാം. നമ്മ കെ വെച്ചിട്ടുള്ള നെയിമായിരുന്നു ഞാൻ പ്രദേശിന്റെ കെ ആ ഒരു ഇതിലായിരുന്നു പേര് സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചത്. അതിന്റെ മീനിങ് എന്താണ്? Precious gift of God. അതറിയാവോ? നമ്മളിങ്ങനെ നോക്കും. കിയാരക്ക് ഇപ്പൊ എത്ര മാസമായി? കിയാരക്ക് ഇപ്പൊ ഈ January 1 ആവുമ്പോ 7 months ആവും. കുഞ്ഞ് വളരുന്നൊരു സങ്കടം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. ഇപ്പൊ സന്തോഷാണ്. കാരണം അവളെ നല്ല കളിയൊക്കെ ആവുമ്പോ നല്ല രസമാണ് ഇവളെ ഒന്നിച്ച് കളിച്ചോണ്ടിരിക്കാൻ. ഹസ്ബൻഡ് താങ്കൾക്ക് ഗിഫ്റ്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രഗ്നന്റ് ആ ഒരു ടൈമിലൊക്കെ? പ്രഗ്നന്റ് ആയ സമയത്ത് എന്റെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അവരെനിക്ക് എന്താ iPhone 15 അത് ഗിഫ്റ്റ് ആയിട്ടാണ് കിട്ടിയത്. ഇപ്പൊ നിങ്ങൾ വർക്കിലൊക്കെ പോകാറുണ്ടോ? ഇല്ല, ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നില്ല. ഇപ്പൊ ഇവള് പ്രഗ്നന്റ് ആയതിനു ശേഷം ഞാൻ വർക്കിന് പോയി. ഇനി പോകാനുള്ളൊരു ഇനി ഇവള് കുറച്ചൊരു വലുതാവണം. ഒരു 1 year ഒക്കെ ആവും. ഹസ്ബൻഡിന്റെ ക്ലിനിക്കിലേക്ക് തന്നെ ആയിരിക്കും പോകുന്നത്. ഹസ്ബൻഡിന്റെ ക്ലിനിക്കാണ്. ഓക്കെ, അപ്പം നിങ്ങള് ഇപ്പൊ ഇവിടെ താമസിക്കുന്നത് ഞാൻ ഇപ്പൊ എന്റെ അമ്മേന്റെ വീട്ടിലാണ്. അപ്പൊ ഞാൻ പോവാനുണ്ടായതായിരുന്നു ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക്. പക്ഷെ കുറച്ചൊരു സാഹചര്യം എന്താ, എന്റെ ഇളപ്പനൊക്കെ മരിച്ചു. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഇപ്പൊ പോവാത്തത്. ഇപ്പൊ നിങ്ങളെ വീഡിയോസ് ഒക്കെ എടുത്ത് ഹെൽപ്പ് ചെയ്യുന്ന ആരാ? വീഡിയോസ് ഞാൻ ചില വീഡിയോസ് സ്റ്റാൻഡ് വെച്ചിട്ട് തന്നെ എടുക്കാറുണ്ട്. പിന്നെ ചിലത് ഷാലു, കുട്ടൻ, പിന്നെന്താ ഇവരൊക്കെ എടുത്തു തരാറുണ്ട്. അപ്പൊ ഇവരൊക്കെ ഞാൻ വേറെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് റവന്യൂ ഒക്കെ കിട്ടാൻ തുടങ്ങി? ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എന്നോട് കൊറേ ആൾക്കാർ ചോദിച്ചു. ഇപ്പൊ എന്റെ അമ്മേനോടാണെങ്കിലും കൊറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഓക്ക് പൈസ കിട്ടാൻ തുടങ്ങിയോ വല്ല. ഈ അറിയാത്തവരാണ് അങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ യൂട്യൂബില് റവന്യൂ കിട്ടണമെങ്കിൽ എന്താ, മോണിറ്റൈസേഷൻ ആണ്. അപ്പൊ എന്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ല. ഇപ്പൊ 1 month ഒക്കെ 2 months ആവാറായതേ ഉള്ളൂ ഞാൻ ചാനൽ തുടങ്ങിയിട്ട്. പക്ഷെ എനിക്ക് എന്താ 500 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കഴിഞ്ഞു. എന്നാലും മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും ആവും. അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. കിയാര ഇപ്പൊ പാവാണോ അല്ല കുരുത്തക്കേടാണോ? കിയാര ഇപ്പൊ പാവാണ്. വലുതാവുമ്പോ കുഞ്ഞുങ്ങൾ എന്താ ഭയങ്കര നോട്ടി ആയിക്കൊണ്ട് പോവല്ലേ.
അപ്പൊ ചില സമയത്ത് ഭയങ്കര നോട്ടിയാണ്, മുടിയൊക്കെ വലിച്ചു പിടിക്കും, പക്ഷെ അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾ ഇതിന് മുമ്പത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു? യൂട്യൂബ് അല്ലാതെ ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്ത് ടിക്ടോക്ക് ചെയ്യുന്നുണ്ടായി, പിന്നെ ഇൻസ്റ്റാഗ്രാം മോജു ഉണ്ടായി. സപ്പോർട്ട് ടിക്ടോക്ക് ഒക്കെ ഉണ്ടാകുമ്പോ നല്ല സപ്പോർട്ട് ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ അത് ബാൻ ചെയ്തല്ലോ. പിന്നെ ഇൻസ്റ്റാഗ്രാമില് റീൽസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് കുഞ്ഞിക്ക് ഇൻസ്റ്റാഗ്രാം ആണോ ഉണ്ടായിരുന്നത്? ഇൻസ്റ്റാഗ്രാമാണ് കുഞ്ഞിന്റെ പേരിൽ ഒരു ഇൻസ്റ്റാഗ്രാം. ഇൻസ്റ്റാഗ്രാം എത്ര ഒരു മന്താവുമാണ് പറഞ്ഞത്? അവർക്കൊരു 3 months അങ്ങനെ എന്തോ ആവുമ്പോ. യൂട്യൂബ് ഇപ്പൊ 6 months ആവുമ്പോ. ഈടായിട്ട് പറയുന്നത് കുഞ്ഞിനെ കൂട്ടിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഇന്റർനാഷണൽ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അല്ല, ഇവളൊരു കുറച്ച് വലുതായതിനു ശേഷം 1 year അല്ല, ഇവർക്കൊരു അറിയാവുന്ന ആ ഒരു ടൈം, ഒരു 3 or 4 years ആവുമ്പോ കുഞ്ഞുങ്ങൾക്കൊക്കെ കുറച്ചൊക്കെ അറിയുമല്ലോ. അപ്പൊ ഒരു ട്രിപ്പ് പോകുന്നതായിരിക്കും, ഇന്റർനാഷണൽ ട്രിപ്പ്. അതിന്റെ വീഡിയോ ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ വീഡിയോ എന്തായാലും ഇടും. ഞാൻ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. എൻ്റെ ഫാമിലിയിൽ നിങ്ങളുടെ വീഡിയോസ് ഫസ്റ്റ് കാണുമ്പോൾ ചിരിക്കാറൊക്കെ ഉണ്ട്. നിങ്ങളുടെ ലാംഗ്വേജ് ഒരു മലയാളത്തിന്റെ ഇതാണ്, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കൊറേ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ടായി, ഫസ്റ്റ് ഇങ്ങനെ വീഡിയോസ് കാണുമ്പോൾ ചിരി വരുന്നുണ്ടായിരുന്നു. അത് ഞാൻ ആ വീഡിയോ എനിക്ക് കാണുമ്പോൾ തന്നെ ചിരിക്കുന്നുണ്ടായത്. അപ്പൊ പിന്നെ നോക്ക് ബാക്കിയുള്ളവർക്ക് എന്തായാലും ചിരി വരുമല്ലോ. ഇതെന്തെന്ന് വെച്ചാല് ഞാൻ കാസർഗോഡ് അല്ലേ, അപ്പൊ ഫുള്ള് മിക്സ് ലാംഗ്വേജ് ആണ്. ഇംഗ്ലീഷ് മിക്സ് വരും, കന്നഡയും മിക്സ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ. ഇപ്പൊ കുറച്ച് ശരിയായി വരുന്നു എന്ന് എനിക്ക് തോന്നുന്നു, പിന്നെ അറിയില്ല. എന്തായാലും ഇനി വീഡിയോസിലൊക്കെ ശരിയാക്കാൻ നോക്കാം. പിന്നെ നമുക്ക് എന്തായാലും നമ്മളെ ഭാഷ തന്നെ വരും. ഇപ്പോൾ കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. വീഡിയോസ് കാണുന്നവർ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഫുൾ വീഡിയോസ് കാണാൻ നോക്കുക, സ്കിപ്പ് ചെയ്യാതെ വീഡിയോസൊക്കെ നോക്കണം. അപ്പോൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കും ചോദിക്കണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ വീഡിയോസ് ഞാൻ വേറെ ഇടുന്നതായിരിക്കും, Q&A ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം, അതിനുള്ള ഉത്തരം ഞങ്ങൾ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.